ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രൊഫറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക. റെസനേറ്റ് ചെയ്യുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ. ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകട്ടോ. നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ്. പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. ഫോർ ഓഫ് വാൻഡ്സ്, ലവേഴ്സ് ആണേ. 2 of wands, 9 of wands, king of pentacles, 8 of wands, bottom hanged man ആണ്. ഓക്കെ, കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡ് വാൻസ്, ലവേഴ്സ്, 2 of wands, 9 of wands, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 8 of wands, ഹാങ്ഡ് മാൻ ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിൽ ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാര്യങ്ങളെ കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അവിടെ നിങ്ങൾ കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. അതുപോലെ തന്നെ കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ കാണാൻ നിങ്ങൾ തയ്യാറാവുന്നു എന്നുള്ളതാണ്. നിങ്ങളിലുള്ളത് എന്താണോ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണിത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു തിരിച്ചറിവാണ് വരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ വളരെയധികം ഒരു സ്റ്റക്കായിട്ട് നിന്നിട്ടുള്ള അവരിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നൊരു മാറ്റമാണിത് എന്നുള്ളതാണ്. പുതിയ രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങളിലേക്കൊരു സെലിബ്രേഷൻ വരുന്നുണ്ട്, ഒരു ജോയ്, അതുപോലെ തന്നെ ഐക്യം നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കല്യാണമൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ കാര്യത്തിലായാലും ചിലപ്പോൾ നിങ്ങൾ ഉള്ള സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഇരുന്ന വ്യക്തികളായിരിക്കാം. അവിടെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ആ ഒരു വീടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള എനർജി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. ചിലർക്ക് പുതിയൊരു വീട്, നിങ്ങൾക്കുള്ള ആ ഒരു സ്റ്റക്നെസ് മാറ്റാനായിട്ട് നിങ്ങൾ മറ്റൊരു വീട് തേടി പോകുന്ന തരത്തിലൊരു എനർജി കൂടി കേട്ടോ ചിലർക്ക് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ. അതുപോലെ കുടുംബത്തിൽ നല്ല രീതിയിൽ സമാധാനത്തിൽ സന്തോഷത്തിൽ പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ 4 of wandsൽ കാണുന്നത്. ഓക്കെ, ഇത് ലവേഴ്സിൻ്റെ എനർജിയാണ്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീണ്ടും ഒരു ഫാമിലി കാർഡാണിത്. നിങ്ങളുടെ ആ ഒരു ഫാമിലിയുള്ള വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിയുടെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ വാല്യൂ, നിങ്ങളുടെ ആ ഒരു ഒത്തൊരുമയുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരുന്നു. അതായത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യുന്നൊരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ഇടയിൽ പലപ്പോഴായിട്ട് കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് പാഷനേറ്റ് ആവുന്നു. നിങ്ങൾ എന്താണോ വർക്ക് ചെയ്യുന്നത് അതിൽ നിങ്ങൾ പാഷനേറ്റ് ആവുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ രണ്ടിലും നിങ്ങളൊരു ചോയ്സ് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ പല കാര്യങ്ങളെയും നിങ്ങൾ പൗസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റി വെച്ച് പോസ്റ്റ്പോൺ ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളുണ്ടാവാം. അവിടെയൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇന്ന് തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് അവിടെ നിങ്ങൾക്കൊരു ചോയ്സ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് പുതിയ രീതിയിലുള്ള ചിന്തകളിലൂടെ നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു തോന്നലുണ്ടാവും, നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ തോന്നുന്നുണ്ടാവും, ഇനി ഇങ്ങനെയല്ല മറ്റൊരു രീതിയിലാണ് കാര്യങ്ങളെ കാണേണ്ടത് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്.
നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടെ കേട്ടോ. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് അതൊക്കെ ഞാൻ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുകയാണ്. പുതിയ രീതിയിൽ ലൈഫിനെ അല്ലെങ്കിൽ മാറ്റി എടുക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. മറ്റു ചിലർക്ക് ഇവിടെ പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ്. ഒരു പ്രണയത്തിൻ്റെ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ തുടക്കമായിരിക്കാം ഇവിടെ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ്, നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണോ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ അതിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യരായിട്ടുള്ള വ്യക്തികളെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അതാണ് ലവേഴ്സിൻ്റെ എനർജി. പിന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യുക, അതൊക്കെയാണ് ഇന്നത്തെ ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കുറ്റം പറയുന്നതൊക്കെ ഒഴിവാക്കുക കേട്ടോ. ഇന്നത്തെ ദിവസം പരസ്പരം കുറ്റപ്പെടുത്തുക, വഴക്കുണ്ടാവുക, അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇടപെടൽ മൂലമായിരിക്കാം നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒഴിവാക്കുക. ഒരുമിച്ചുള്ള സമയത്ത് ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് 2 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു, രണ്ടിൽ നിന്നും ഒരു ചോയ്സ് നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. ചിലർ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നതും കാണുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്നു. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിലായിരിക്കാം, 2 ജോലികൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത്, ചിലപ്പോൾ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അതിൽ സ്റ്റക്കായി നിൽക്കുന്നു. അവിടെയാണ് ഇന്ന് നിങ്ങൾ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടതാണ് എന്നുള്ളത് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ വീട് വിട്ട് പോകേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് പോവുക തന്നെ വേണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷേ അവിടെ നിങ്ങളൊരു ഹോം സിക്നെസ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ചിലർ ഇവിടെ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾ വീട്ടിലേക്ക് വരുന്നതായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ വിദേശത്തുള്ള വ്യക്തികളായിരിക്കാം. അവിടെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവർ അവിടെ സ്റ്റക്കായി നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റാതിരിക്കുക. ചിലർ വിദേശത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തിട്ട് പറ്റാതിരിക്കുക. ഒരു സ്റ്റക്കായി നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്, പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ പ്ലാൻസൊക്കെ തയ്യാറാക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റു ചിലർക്ക് നാട്ടിലേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതും കൂടി, അങ്ങനെയുള്ളവരുടെ എനർജി കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ചിലർ പറഞ്ഞല്ലോ, ഇന്നൊരു ബാലൻസ് വരേണ്ട ഒരു സമയമാണ്. നിങ്ങൾ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം, പക്ഷേ വ്യക്തമായിട്ടുള്ള ചിന്തകളോടുകൂടി ആയിരിക്കണം എന്നുള്ളതും കൂടിയാണ്. 9 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ എന്താണോ നിങ്ങളെ എപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു ഭയം ഉണ്ടാവും. മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ആക്രമണം ഉണ്ടാവുമോ. ഇപ്പം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവും. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അവരെന്താ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാത്തിനെയും ഒരു സ്റ്റക്കാക്കി നിർത്തുന്ന ഒരു എനർജിയാണത്. അതിൽ നിന്നും ഒരു മാറ്റം വരേണ്ട ഒരു സമയമാണ്. അതായത് നിങ്ങൾക്ക് ധൈര്യമൊക്കെ ഉണ്ട്, പക്ഷേ ചുറ്റിലുമുള്ളവർ എന്ത് ചിന്തിക്കും, എന്ത് പറയും. അവിടെ ഒരു സ്വയം പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു ബൗണ്ടറി സൃഷ്ടിച്ച് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു നിൽക്കുന്ന തരത്തിലൊരു എനർജിയാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവർ അവർ എന്തോ ആയിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അവർ പറയുന്നത് എന്താണെന്ന് ആലോചിച്ച് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യുക. തീർച്ചയായിട്ടും അവിടെ വലിയ രീതിയിലുള്ള സക്സസ് ആണ് നിങ്ങളെ കാത്തു നിൽക്കുന്നത്. അവിടെ സ്റ്റക്കായി, നിങ്ങളൊരു കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ, അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യം തുടങ്ങിയിട്ട് അതിൽ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അവിടെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പായി പോകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനുമായിരിക്കാം. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഇതാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങളതിൽ പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങളത് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ 1-2 ദിവസം പറയുമായിരിക്കും, പിന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ടേക്ക് പോകും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. ചിലരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു എനർജി കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള വ്യക്തിബന്ധങ്ങളായാലും ഒക്കെ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന തരത്തിലൊരു എനർജി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ.
ഓക്കെ, ഇവിടെ ആ ഒരു ബൗണ്ടറി സൃഷ്ടിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. ആ ബൗണ്ടറി ഒക്കെ മാറ്റുക, നിങ്ങൾ ഓപ്പൺ അപ്പ് ആയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അടുത്ത കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ ഓൾറെഡി നിങ്ങൾ സക്സസ് ആയതാണ് കേട്ടോ. പിന്നെ നിങ്ങളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലോക്ക് നിങ്ങളായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ പേടിക്കുന്നു, ചുറ്റിലുമുള്ളവരെ പേടിക്കുന്നു, ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളവിടെ ഓപ്പൺ അപ്പ് ആവൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത്താണ് ഇവിടെ കാണിക്കേണ്ടത്. അടുത്ത കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇമോഷണലി സ്റ്റേബിളായിട്ട് ഇരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പണം നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് വരിക, അല്ലെങ്കിൽ പണം നിങ്ങൾക്ക് വരിക. നിങ്ങളോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിന്ന് കാം ആൻഡ് ക്വയറ്റായിട്ട് ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ ഇന്നത്തെ ദിവസം ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരാധനാലയങ്ങളിൽ ഒരു വിഗ്രഹാരാധനയുള്ള അവിടെയൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകാനോ ഒക്കെയുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾ ആരാധനാലയങ്ങൾ സന്ദർശിക്കാനൊക്കെയുള്ളൊരു സാധ്യത, ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ചിലർക്ക് ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരു തീരുമാനം, നിങ്ങൾ എന്താണോ എടുത്തിരിക്കുന്നത് അത് പുനഃപരിശോധിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ് കേട്ടോ. അതിൽ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഒരു സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അവിടെ നിങ്ങളുടെ ആ ഒരു തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ളത് വീണ്ടും ആലോചിക്കുക എന്നുള്ളതാണ് പറയുന്നത്. 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇവിടെ വളരെ പെട്ടെന്നുള്ള ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ്. പക്ഷെ അവിടെ തടഞ്ഞു നിർത്തുന്നത്, ചില കാര്യങ്ങളൊക്കെ തടഞ്ഞു നിർത്തപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ റിലീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. പിന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. അതുപോലെ കാര്യങ്ങളെ നല്ല രീതിയിൽ മറ്റൊരു രീതിയിൽ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സമയമാണ്. അവിടെ നിങ്ങൾ പോസിറ്റീവായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. അതുപോലെ ഇത്രയും കാലം എങ്ങനെയാണോ കാര്യങ്ങളെ കണ്ടത് അത് മറ്റൊരു രീതിയിൽ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എങ്കിലാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഇനിയും ഇങ്ങനെ സ്റ്റക്കായി നിന്നിട്ട് കാര്യമില്ല, ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു മൂവ്മെൻറ്റാണ് നിങ്ങളിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ചിലപ്പം കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളത് കൂടിയാണ്. അതുപോലെ നിങ്ങളിലേക്ക് ഒരു അവസരം വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. അവിടെ നിങ്ങൾക്ക് ആ ഒരു അവസരത്തെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കാനും നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഹാങ്ഡ് മാൻ അതാണ് പറയുന്നത്, ലെറ്റ് ഗോ ചെയ്യേണ്ട സമയമാണ്. അതുപോലെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യേണ്ട ഒരു സമയമാണ്. പുതിയ രീതിയിൽ കാര്യങ്ങളെ കാണേണ്ട ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ പോരുന്നത് അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരേണ്ട സമയമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷനൊക്കെ വർക്കാവുന്നുണ്ടാവും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് ഒക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുമെങ്കിലാണ് പുതിയ തുടക്കങ്ങൾ. ഇവിടെ ഫാസ്റ്റായിട്ട് ഒരു ആക്ഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഫിനാൻസ് വരാനുണ്ട് എന്ന് പറഞ്ഞു. ഇതിലൊക്കെ നിങ്ങൾ ഇവിടെ സ്റ്റക്കാക്കി നിർത്തുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. അതിനെ മാറ്റണം, പുതിയ രീതിയിൽ കാണേണ്ടതാണ്. എങ്കിലാണ് നിങ്ങളിലേക്ക് യഥാർത്ഥമായിട്ടുള്ള വിജയം എന്താണോ അത് വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ റിലേഷൻഷിപ്പുകൾ ഒക്കെ വരുന്നുണ്ട്, മാരേജ് അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ആ ഒരു ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യണം, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യണം. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പൗസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് കേട്ടോ. വലിയൊരു ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരുന്നത്. യെസ്, നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ ഉണ്ട്. നിങ്ങളിലേക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്ന സമയമാണ്. അതുപോലെ യെസ്, ഇവിടെ റൊമാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്ലേഫുൾ ആയിട്ടുള്ളൊരു എനർജി കേട്ടോ. ഒരു സെക്ഷൽ ഫീലിംഗ് ഒക്കെ ഉള്ളൊരു എനർജിയാണ് ഇവിടെയും അതുണ്ട്. അത് നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ്. പക്ഷെ അവിടെ നിങ്ങൾ തീരുമാനിക്കണം, വേണോ വേണ്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രപ്പോസലൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ പക്ഷേ തീരുമാനിക്കണം, നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിലേക്കൊരു പ്രപ്പോസലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നോക്കാം.
ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ദർ ഈസ് സംതിങ് ബെറ്റർ. ഓക്കെ, ഇതിനെക്കാട്ടിലും നല്ലതായിട്ട് എന്തോ നിങ്ങളിലേക്ക് വരാനുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലതല്ലാത്തതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ചിലത് വരാനുണ്ട് എന്നുള്ളതാണ്. ഹെൽപ്ഫുൾ പീപ്പിൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ചുറ്റിലും നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു സഹായം ചോദിക്കുക. ഇവിടെ സ്വയം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ആരോടൊന്നും ചോദിക്കുകയില്ല, അതുപോലെ ആരെയും നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങൾ അനുവദിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ സ്റ്റക്കായി നിൽക്കും എന്നുള്ളതേ ഉള്ളൂ. നോ, ഒരു നോ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് വേണ്ട നല്ല രീതിയിലുള്ള കാര്യങ്ങളല്ല വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റക്നെസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ ചില കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കുമ്പോൾ നോ പറയേണ്ടടുത്ത് നോ പറയണം. നേരത്തെ പറഞ്ഞു ഒരു പ്ലേഫുള്ളായിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ നിങ്ങൾ നോ പറയേണ്ടതാണെങ്കിൽ നോ പറയാൻ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് കേട്ടോ. വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലൊരു എനർജിയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വെയിറ്റിംഗ് തന്നെയാണ് കാണിക്കുന്നത്. ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ ഇൻഡ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യേണ്ട സമയമാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇൻഡ്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ്. ഫ്ലർട്ട് ഇവിടെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ വീണ്ടും വന്നേക്കുന്നത്. എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്, ഒരു ഫ്ലർട്ടിങ് എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. സെപ്പറേഷൻ, ചിലർക്ക് ഇവിടെ സെപ്പറേഷനാണ് വന്നിരിക്കുന്നത്. ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദി ഹൊറിസോൺ. സെപ്പറേഷനാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അവിടെ ഒരു സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. കെമിസ്ട്രി, ദർ ഈസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. സെയിം കാർഡ് തന്നെയാണ് ലവേഴ്സിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ അട്രാക്ഷനാണ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഹണിമൂൺ, വീണ്ടും സെയിം കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഹണിമൂൺ, എൻജോയ് ദി ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. നിങ്ങൾ ഹണിമൂൺ ആഘോഷിക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് ഇന്ന് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ദൂരദേശങ്ങളിലെ സ്ഥലങ്ങളിൽ ചിലപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകും പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡായി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ ഒരു റിയൂണിയൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഒരു വരുന്ന സമയം കൂടിയാണ് ഇവിടെ കാണുന്നത്. യു ഡിസേർവ് ലവ്, യു ആർ ലവബിൾ, നിങ്ങൾ ലവബിൾ ആണ്, നിങ്ങൾ ലവ് ഡിസേർവിങ് ആണ് എന്നുള്ളതാണ്. വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ലവബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. ഇതെല്ലാം എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, പോസിറ്റീവ് ആയിരിക്കുക, എങ്കിലാണ് നിങ്ങളിലേക്ക് ഫിനാൻസൊക്കെ നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ലൈക്ക് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.